നന്ദിനി, നന്ദിനി, എന്താ ഇത്? താനിവിടെ തറയിലാണോ കിടന്നേ? എന്താടോ ഇത്? തനിക്കൊരു പാ വിരിച്ചെങ്കിലും കിടന്നുകൂടായിരുന്നോ? അതെന്താണെന്നറിയോ, മാലയിടലും മാത്രല്ല, സ്വാമിമാരെ പരിചരിക്കുന്നതിനും ചില ത്യാഗമൊക്കെ അനുഷ്ഠിക്കണം. സ്വാമി കട്ടിലുപേക്ഷ വെറുമ്പായി കിടക്കുന്നു, ഞാൻ പായ ഉപേക്ഷ നിലത്ത് കിടക്കുന്നു. തന്റെ ഒരു കാര്യം. സ്വാമി അതൊന്നും കാര്യാക്കണ്ട, കുറച്ചു ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ, നമുക്കെങ്ങനെ പോവാം. സ്വാമി പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ, അനുഗ്രഹമൊക്കെ നന്നായി കിട്ടട്ടെ. എങ്ങനെ താനൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് പോയി കുളിച്ചിട്ടോ. അല്ല സ്വാമി, ഞാൻ അടുക്കളയിൽ പോയിട്ട്. അവിടെ എടോ, അതെങ്ങനെയാ? സ്വാമിമാർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുന്ന ആള് കുളിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞു തരണോ കുട്ടിക്ക്? എന്റെ അമ്മേ, മിക്കവാറും ഈ വർഷം കഴിയുമ്പോ തന്നെ ഗുരുസ്വാമി ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ. എടോ, ഒരു കാര്യം ചുമ്മാ പഠിച്ചാ പോരാ, അത് പ്രയോഗിക്കാൻ അറിയണം. കുട്ടി പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ, പോ ചെല്ല. അല്ല, പറയുന്ന കേട്ടിട്ട് നമ്മൾ എവിടെയോ പോകാൻ പോകുന്ന പോലെ തോന്നുന്നല്ലോ. അമ്പലത്തിലേക്കാണോ? അതൊക്കെ ഉണ്ട്, താൻ പോയി കുളിച്ചിട്ട് പാടൂ. എങ്കിൽ ശരി. പിന്നെ സ്വാമിമാർക്ക് പച്ചവെള്ളം നിർബന്ധമുള്ളൂ, തനിക്ക് പ്രശ്നമില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചോ. ഞാൻ ഇതുവരെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടില്ല സ്വാമി, അങ്ങനെ ശീലിച്ചിട്ടുമില്ല, എനിക്ക് ആ ശീലവും ഇല്ല. എങ്കിൽ ശരി, പെട്ടെന്ന് വാ പോയിട്ട്. ഓക്കെ. ചെല്ല. അതെ. എന്താ? അല്ല, സ്വാമിയുടെ സംസാരം കേട്ടിട്ടേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. സംശയം മനസ്സിൽ നിന്ന് മാറ്റൂ കുട്ടി. ഒരു സ്വാമിയെ പരിചരിക്കാൻ നിൽക്കുമ്പോ ശുദ്ധമായ മനസ്സോട് കൂടി നിൽക്കൂ. പോയി സ്നാനം കഴിഞ്ഞിട്ട് വരിക, ചെല്ല. ഗുരുസ്വാമി, ഗുരുസ്വാമിയെ, 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 സ്വാമിയെ, സ്വാമി ഇത് എവിടെയാ? സൂര്യസ്വാമി ദാ വരുന്നു. സ്വാമി വാ വാ, ദാ വരുന്നു. എവിടെ സംഭവം? സ്വാമി, സംഭവം സ്വാമി പ്ലാൻ ചെയ്തപോലെ നടക്കുമല്ലോ അല്ലേ? എല്ലാ പ്ലാനിങ്ങും നടക്കും, എന്ത് തടസ്സം വരാനാ? അല്ല സ്വാമി, നന്ദിനി ആയതുകൊണ്ടാ. സ്വാമി ധൈര്യമായിട്ട് പൂജാമുറിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോ, ഞാൻ ഇപ്പൊ വരാം. ശരി സ്വാമി. അല്ല, ഗുരുസ്വാമിയുടെ അനുഗ്രഹം വേണം, സ്വാമിനെ അനുഗ്രഹിക്ക്. എല്ലാം നന്നായിട്ട് വരട്ടെ സ്വാമി, നന്നായിട്ട് വരും സ്വാമി. ഹരഹരോ ഹര. പോരാ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. നന്ദിനി, എന്താ സ്വാമി? കുളിക്കുമ്പോ മുഴുവൻ ഞാൻ ആലോചിക്കായിരുന്നു നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നതെന്ന്. അത് പറയാം. അതിനു മുമ്പ് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതെ, താനേ ഒന്ന് കണ്ണടച്ച്. എന്തിന്? ഞാൻ കണ്ണടയ്ക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എങ്ങനെയാടോ സർപ്രൈസ് തരുന്നേ? കണ്ണടക്കടോ. എന്താ തനിക്ക് വിശ്വാസമില്ലേ? വിശ്വാസക്കുറവൊന്നുമില്ല, എന്നാലും ഇപ്പൊ എന്താ സർപ്രൈസ് എന്ന് ആലോചിച്ചിട്ടാ. എന്റെ പിറന്നാളല്ല, ഒരു വിശേഷ ദിവസമല്ല, പിന്നെന്താ?